ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് അക്കൗണ്ടൻസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോവാണ്. ഇതുവരെ നമ്മൾ അക്കൗണ്ടൻസി എന്ന സബ്ജക്റ്റ് പഠിച്ചിട്ടില്ല, നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എന്തിനാണ് നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ ഡെഫിനിഷനും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അക്കൗണ്ടൻസി നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ പറയാനുള്ള കാര്യം, അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റ് തിയറി അല്ല എന്ന് മനസ്സിലാക്കുക. അത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് പ്രോബ്ലം പേപ്പറാണ്. അപ്പോൾ അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അതിനെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രദ്ധിക്കുക, അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ പ്രോബ്ലം ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമുക്ക് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാനും കഴിയും, നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. പിന്നെ അത് നമ്മുടെ ലൈഫ് ലോങ് നമുക്കതിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ആവശ്യം? എന്താണ് അക്കൗണ്ടിങ്? എപ്പോഴും നമുക്ക് ഒരു സ്ഥാപനത്തിന് എപ്പോഴും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അക്കൗണ്ടിങ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, എന്തിനാണ് നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ഷോപ്പ് വിസിറ്റ് ചെയ്യാത്ത, ഒരു ഷോപ്പിൽ പോയി ഒരു സാധനം വാങ്ങിക്കാത്ത ഒരാൾ പോലും ഉണ്ടായിരിക്കും തോന്നില്ല. ഒരു ചെറിയ സാധനമാണെങ്കിൽ പോലും ആ ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല അല്ലേ. അപ്പോൾ നമ്മൾ ചെറിയ പെന്നായാലും ചെറിയ മിഠായി ആയാലും ഈ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ പോകാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല അല്ലേ. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയാം, ഈ ഷോപ്പിൽ നിന്ന് ഇദ്ദേഹം ഒരു പെന്ന് വാങ്ങിക്കുന്നു. ഓക്കെ, ഒരു പെന്ന്, ഒരു ചെറിയ ഷോപ്പാണ്, അവിടെ നിന്നൊരു പെന്ന് വാങ്ങിക്കുന്നു. ഈ ഷോപ്പ് ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്നും ഈ പെന്ന് വാങ്ങിച്ചിട്ടുള്ളത് 3 രൂപയ്ക്കാണ്. ഓക്കെ, ഈ ഷോപ്പ് ഇദ്ദേഹത്തിന് ആ പെന്ന് വിൽക്കുന്നത് 8 രൂപയ്ക്കാണ്. 5 രൂപയുടെ പ്രോഫിറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഇത് ഒരു പെന്നിൻ്റെ കേസാണ്. അപ്പോൾ ഇതുപോലെ ആ ഒരു ഷോപ്പ് ഇതുപോലെ ഒരുപാട് കച്ചവടങ്ങൾ ഒരു ദിവസം നടത്തുന്നുണ്ടായിരിക്കും. പെന്ന് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ആ ഷോപ്പ് ഒരു ദിവസം നടത്തുന്നുണ്ടായിരിക്കും. ഇതെല്ലാം ഓർത്തിരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇതെന്തായാലും രേഖപ്പെടുത്തേണ്ടി വരും അല്ലേ. അപ്പോൾ ഇതുപോലെ വലിയ ട്രാൻസാക്ഷൻസ് നടക്കുന്ന, വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും, ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ റെക്കോർഡ് ചെയ്യുക, ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഓർമ്മിച്ച് വെക്കുക എന്ന് പറയുന്നത്. ഒരു ദിവസം ഇഷ്ടം പോലെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെ ഈ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അങ്ങനെ റെക്കോർഡ് ചെയ്താണ് നമ്മൾ ഒരു സ്ഥാപനത്തിന് ലാഭനഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നു, റെക്കോർഡ് ചെയ്യുന്ന ആളുകളെ നമ്മൾ അക്കൗണ്ടന്റ് എന്ന് പറയുന്നു. ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് അറിയാൻ പറ്റിയല്ലോ. അത്രയും ഒരു വലിയ വലിയ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ നമുക്ക് ഓർമ്മിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും രേഖപ്പെടുത്തേണ്ടി വരും, അതിൻ്റേതായിട്ടുള്ള ഒരു ഓർഡറിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മൾ അക്കൗണ്ട്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആണിത്, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ചാപ്റ്റർ 1 ആണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാൻ പോവാണ്, അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പം അതിൽ ആദ്യം തന്നെ നമുക്ക് ഡെഫിനിഷൻ പഠിക്കാം. ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. ഡെഫിനിഷൻ എപ്പോഴും നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന കാര്യമായിരിക്കും ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് എന്നല്ല, ഏത് സബ്ജക്റ്റിലായാലും ഡെഫിനിഷൻസ് വന്നു കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻസ് നോക്കാം. അപ്പം ഞാനിവിടെ 2 ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. രണ്ടും AICPA ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ എന്താണ് AICPA?
ദി അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അതായത് ഒന്നുമില്ല, US-ലുള്ളതാണ്, അമേരിക്കൻ ബേസ്ഡ് ആണ്, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അക്കൗണ്ടന്റ് പ്രൊഫഷണൽസ് കൂടി ചേർന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻസ്, അത്രയും മെമ്പേഴ്സ് ഉള്ള ഒരു ഓർഗനൈസേഷനാണ് AICPA എന്ന് പറയുന്നത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇവര് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള 2 ഡെഫിനിഷൻസ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ഇത് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഡെഫിനിഷനാണ്. ഡിഫൈൻഡ് ആസ് accounting as the art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of financial character and interpreting the results thereof. ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ള ഒരു ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ അതിനെ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് അതിനെ സമ്മറൈസ് ചെയ്ത് ഒരു സിഗ്നിഫിക്കൻറ്റ് മാനറിൽ അതിനെ റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്ത് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നു. അതായത് ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ട്രാൻസാക്ഷൻസ്, അതായത് നമുക്ക് മണി വാല്യൂവിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസാക്ഷൻ അവിടെ നടന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതായത് നമ്മളതിനെ രേഖപ്പെടുത്തി വെക്കുക. പിന്നീട് നമ്മൾ അതിനെ തരം തിരിച്ചെടുക്കുക. അതായത് ഇപ്പോൾ പർച്ചേസിങ് ആണോ, സെയിൽസ് ആണോ നടന്നത്, അതോ സ്റ്റോക്കാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തരം തിരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ സമ്മറൈസ് ചെയ്ത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളതൊക്കെ സമ്മറൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്നാണ് AICPA ഈ ഒരു ഡെഫിനേഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ 4 ടേംസ് വരുന്നുണ്ട്: റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്. അപ്പോൾ ഈ ഓരോ ടേംസും നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, സമ്മറൈസിങ് എങ്ങനെയാണ്, ഇന്റർപ്രറ്റിംഗ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് പഠിക്കാനുള്ള ഭാഗങ്ങളാണ്. വരും ക്ലാസ്സുകളിൽ നമ്മൾ അത് പഠിക്കും. ഇനി സെക്കൻഡായിട്ട് വരുന്ന ഡെഫിനിഷനാണ് ഇത്. ഓക്കെ, ഇതും AICPA 1970 1970 ഈ ഡെഫിനിഷൻ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡെഫിനിഷനും ഈ ഡെഫിനിഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ പോയിന്റ് ആണ്, കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന ഈ പോയിന്റ് ആണ് ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു അക്കൗണ്ടിങ് എന്ന് പറയുന്നതിലേക്ക്. കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുന്നത് 1970 ആയപ്പോഴേക്കും കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയി വന്നപ്പം കമ്മ്യൂണിക്കേറ്റിംഗ് എന്നുള്ള ഈ ഒരു ടേം ഇതിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്തത്. അതായത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെസിഷൻസ്, ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെസിഷൻസ് എടുക്കാൻ അക്കൗണ്ടിങ് അത്രയും പ്രാധാന്യമായി വന്നു, അക്കൗണ്ടിങ് അത്രയും റോള് വഹിച്ചു വന്നു. അങ്ങനെ ആയപ്പോൾ കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുന്നത്, അതായത് ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സും അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും മാനേജ്മെൻറ്റിനും മറ്റും അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഫങ്ഷൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ പിന്നീട് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അക്കൗണ്ടിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, മെഷറിംഗ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ എക്കണോമിക് ഇവൻറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ടു ദി ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് സച്ച് ഇൻഫർമേഷൻ. ഓക്കെ, ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ഡെഫിനിഷനിൽ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് ഒരു എക്കണോമിക് ഇവൻറ്റ് നടന്നാൽ, ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ള ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത്, മെഷർ ചെയ്ത്, റെക്കോർഡ് ചെയ്ത് അതിന് ഇൻട്രസ്റ്റഡ് യൂസേഴ്സിനെ നമ്മൾ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു, നമ്മളതിനെ രേഖപ്പെടുത്തി എടുക്കുന്നു, എന്നിട്ട് അതിനെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിന് നമ്മളതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമ്മളതിനെ പറഞ്ഞാൽ. അപ്പോൾ ഇതിന് ഓരോ വേർഡ്സ് ഉണ്ട്. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ വേർഡ്സ് നമുക്കൊന്ന് നോക്കാം.
അപ്പോൾ ഫസ്റ്റ് എക്കണോമിക് ഇവൻറ്റ് എന്താണെന്ന് നോക്കാം, ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ്, കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം, ഓർഗനൈസേഷൻ എന്താണെന്ന് അറിയാം, ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ആരൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എക്കണോമിക് ഇവൻറ്റ്. എന്താണ് എക്കണോമിക് ഇവൻറ്റ്? ബിസിനസ് ഓർഗനൈസേഷൻസ് ഇൻവോൾവ്സ് എക്കണോമിക് ഇവൻറ്റ്സ്. An economic event is known as a happening of consequence to a business organization which consists of transactions and which are measurable in monetary terms. നമുക്ക് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് ഓർ ഇവൻറ്റ്സ് ആണ് എക്കണോമിക് ഇവൻ്റ് ആയിട്ട് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻസിൽ എക്കണോമിക് ഇവൻ്റ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള എന്ത് ട്രാൻസാക്ഷൻസോ ഇവൻറ്റ്സോ നമുക്കതിനെ എക്കണോമിക് ഇവൻ്റ് എന്ന് വിളിക്കാം. അപ്പോൾ എന്തായിരിക്കും ഫിനാൻഷ്യൽ ക്യാരക്ടർ ഇല്ലാത്ത ഇവൻ്റ് എന്തായിരിക്കും? നമ്മൾ ഒരു പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി വന്നപ്പം അവിടെ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നു. ഇതൊരു ഇവൻ്റ് ആണ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇവൻ്റ് ആണ്. നമ്മൾ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നു. പക്ഷെ നമുക്കതിനെ മോണിറ്ററി വാല്യൂവിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, അല്ലേ? അങ്ങനെയാവുമ്പോൾ നമുക്കതിനെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്കണോമിക് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള, അതായത് സാമ്പത്തിക സ്വഭാവമുള്ള ഒരു ഇടപാടായിരിക്കണം എക്കണോമിക് ഇവൻ്റ് എന്ന് പറയുന്നത്. അതാണ്. ഓക്കെ, ഇനി നമുക്ക് എക്കണോമിക് ഇവൻറ്റ്സ് തന്നെ രണ്ട് തരങ്ങളുണ്ട്. ഇന്റേണൽ ഇവന്റ് ഉണ്ട്, എക്സ്റ്റേണൽ ഇവന്റ് ഉണ്ട്. ഇന്റേണൽ ഇവന്റ് എന്ന് പറയുന്നത് എൻറ്റയർലി ബിറ്റ്വീൻ ദ ഇന്റേണൽ വിങ്സ് ഓഫ് എൻ എന്റർപ്രൈസ്. ഇന്റേണൽ വിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഓർഗനൈസേഷനിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, സെയിൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, ഇങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. സ്റ്റോർ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു സാധനം വാങ്ങിക്കാൻ ഒരു ഡിപ്പാർട്ട്മെന്റ്, അത് കീപ്പ് ചെയ്യാൻ വേറൊരു ഡിപ്പാർട്ട്മെന്റ്, അത് വിൽക്കാൻ വേറൊരു ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സ്റ്റോർ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, അതായത് ഒരു കീപ്പ് ചെയ്ത ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവിടെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ള റോ മെറ്റീരിയൽസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ അതിനെ കൈമാറുമ്പോഴുണ്ടാവുന്ന ഒരു ഇവന്റ്, ആ ഇവന്റിനെ നമ്മൾ ഇന്റേണൽ ഇവന്റ് എന്ന് പറയും. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ നടക്കുന്ന, ഇന്റേണൽ വിങ്സ് തമ്മിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഓർ ഇവന്റ്സിനെ നമ്മൾ ഇന്റേണൽ ഇവന്റ് എന്ന് പറയും. എക്സ്റ്റേണൽ ഇവന്റ് അപ്പോൾ ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനവും അതിന് പുറമേയുള്ള ആളുകളുമായിട്ടുള്ള ട്രാൻസാക്ഷനെ നമ്മൾ എക്സ്റ്റേണൽ ഇവന്റ് എന്ന് പറയും. ഓക്കെ, if an event involves transactions between an outsider and an organization, these are known as external events. അതായത് പുറമേയുള്ള ആളുകളുമായിട്ട് സാധാരണ നമ്മൾ നടത്തുന്ന സെയിൽസ്, പർച്ചേസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടേംസ് പഠിക്കാം. ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് ഡിറ്റർമിനിങ് വാട്ട് ട്രാൻസാക്ഷൻസ് ടു റെക്കോർഡ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള, അതായത് നമുക്ക് സാമ്പത്തിക സ്വഭാവമുള്ളതായിട്ടുള്ളതാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളതല്ലാത്തത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഒരു പുതിയ ഒരു എംപ്ലോയീനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുമ്പോൾ നമുക്കതിനെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ എക്കണോമിക് ഇവന്റ് ആണോ അല്ലേ എന്നുള്ളത് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ടു ഐഡൻറ്റിഫൈ ഇവൻറ്റ്സ് വിച്ച് ആർ ടു ബി റെക്കോർഡഡ്. ഇതാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന പോയിന്റിൽ പറയുന്നത്. ഇനി മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻടു ഫിനാൻഷ്യൽ ടേംസ് ബൈ യൂസിങ് മോണിറ്ററി യൂണിറ്റ്. അതായത് ഓരോ കൺട്രിക്കും ഓരോ കറൻസി ആയിരിക്കും, അല്ലേ? നമുക്ക് റുപ്പീസാണ്, ഇന്ത്യക്ക് റുപ്പീസാണ്, പിന്നെ അതുപോലെ ഡോളർ, യൂറോ, ദിറംസ്, ദിനാർ, ഇങ്ങനെയുള്ള കറൻസികളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ കറൻസിയിൽ നമ്മൾ നടന്നിട്ടുള്ള ട്രാൻസാക്ഷനെ നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് റെക്കോർഡിംഗ്. വൺസ് ദ എക്കണോമിക് ഇവൻറ്റ്സ് ആർ ഐഡൻറ്റിഫൈഡ് ആൻഡ് മെഷേർഡ് ഇൻ ഫിനാൻഷ്യൽ ടേംസ്, ദർ ആർ ടു ബി റെക്കോർഡഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻ മോണിറ്ററി ടേംസ് ആൻഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. നമ്മളതൊരു ഡേറ്റ് വൈസിൽ നമ്മൾ ഓരോന്നും
ഇപ്പൊ ഇന്ന് നടന്നത് ഇന്ന് റെക്കോർഡ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിനെ ഐഡന്റിഫൈ ചെയ്യുക ആദ്യം. ഇത് എക്കണോമിക് ഇവന്റ് ആണോ, ഇത് റെക്കോർഡ് ചെയ്യാനുള്ളതാണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. പിന്നീട് നമ്മൾ അതിനെ മോണിറ്ററി ടേംസിൽ നമ്മൾ അതിനെ മെഷർ ചെയ്യുക, എത്രത്തോളം ഉണ്ട്, എത്രയാണ് അതിൻ്റെ ക്യാഷ് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുക. പിന്നീട് നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇന്ന് നടന്നത് ഇന്ന് റെക്കോർഡ് ചെയ്യുക, ഇന്നലെ നടന്നത് ഇന്നലത്തെ ഡേറ്റിൽ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇന്നലത്തത് കഴിഞ്ഞിട്ടാണ് ഇന്ന് ചെയ്യേണ്ടത്. ക്രോണോളജിക്കൽ ഓർഡറിൽ വേണം ഇത് റെക്കോർഡ് ചെയ്യാൻ. അല്ലാതെ അവിടെ ഇവിടെയായിട്ട് അങ്ങനെ റെക്കോർഡ് അങ്ങനെയല്ല റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ വരുന്നത് കമ്മ്യൂണിക്കേഷൻ. ദി എക്കണോമിക് ഇവൻറ്റ്സ് ആർ ഐഡന്റിഫൈഡ്, measured and recorded in order that the pertinent information is generated and communicated in a certain form to management and other internal and external users. നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് മെഷർ ചെയ്ത് നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഇൻഫർമേഷൻസ് നമ്മൾ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇന്റേണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും ഒക്കെ ആയിട്ട് നമ്മൾ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആവശ്യമുള്ളവർക്ക് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഇന്റേണൽ യൂസേഴ്സ്, എക്സ്റ്റേണൽ യൂസേഴ്സ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ refers to a business enterprise whether for profit or not for profit motive, depending upon the size of activities and level of business operation. It can be a sole proprietary concern, business, partnership firm, cooperative society, company, local authority, municipal corporation or any other association of persons. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്റർപ്രൈസ് ആണ്. അത് പ്രോഫിറ്റിനാവട്ടെ പ്രോഫിറ്റിനല്ലാതെ ആവട്ടെ അതിനെ നമ്മൾ ഓർഗനൈസേഷൻ എന്ന് വിളിക്കും, ഒരു സ്ഥാപനം എന്ന് വിളിക്കും. ഓക്കെ. അപ്പൊ എന്തായിരിക്കും പ്രോഫിറ്റിനല്ലാതെ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ? എന്തായിരിക്കും? ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല. അവിടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് സർവീസ് ആണ്, അവിടെ സേവനമാണ്, അല്ലേ? അവിടെ പ്രോഫിറ്റ് അല്ല. ഇപ്പൊ സപ്ലൈകോ ഒക്കെ എടുത്ത് നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സപ്ലൈകോയിലൊക്കെ മെയിനായിട്ട് അവിടെ സർവീസ് ആണ് അവരുടെ ഉദ്ദേശം. പിന്നെയാണ് പ്രോഫിറ്റ് എന്നുള്ള മോട്ടീവിലേക്ക് അവർ വരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പ്രോഫിറ്റിനാവട്ടെ പ്രോഫിറ്റിനല്ലാതെ ആവട്ടെ നടക്കുന്ന സ്ഥാപനങ്ങളെയൊക്കെ നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയും. അപ്പോൾ പാർട്ണർഷിപ്പ് ഫേം ഉണ്ട്, ഒരുപാട് പേര് നടത്തുന്ന പാർട്ണർഷിപ്പ് ഫേം ഉണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, പിന്നെ കമ്പനി ഉണ്ട്, ലോക്കൽ അതോറിറ്റീസ് ഉണ്ട്, മുനിസിപ്പൽ കോർപ്പറേഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള അസോസിയേഷൻസുകളൊക്കെ എല്ലാം ഒരു ഓർഗനൈസേഷനായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന്, അല്ലേ? ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ, ഇൻട്രസ്റ്റഡ് യൂസേഴ്സിന് നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ. അപ്പോൾ അത് ഇന്റേണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം നമുക്കത് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? അക്കൗണ്ടിങ് ഈസ് എ മീൻസ് ബൈ വിച്ച് നെസസറി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് ബിസിനസ് എന്റർപ്രൈസ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് ഈസ് ഓൾസോ കോൾഡ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. നമ്മൾ ഒരു ബിസിനസ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു അക്കൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത് നമ്മൾ ആവശ്യമുള്ളവർക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ മാനേജ്മെന്റിന് ആ ബിസിനസിന്റെ ആ ഒരു വർഷത്തെ എല്ലാ സാമ്പത്തിക ഇടപാടുകളെയും നമ്മൾ ഒരു ബിസിനസിന്റെ മാനേജ്മെന്റിന് നമ്മൾ കൈമാറുമ്പോൾ അവർക്ക് ആ ഒരു റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഈ ഒരു അക്കൗണ്ട്സ് വഴിയാണ്. അതുകൊണ്ട് തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ലാംഗ്വേജ് ആണ് എന്നാണ് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ലാംഗ്വേജ് ആണ് എന്നാണ്. അപ്പോൾ ഇതിന് ഒരുപാട് ആവശ്യക്കാരുണ്ടാവും. ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷന് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമുള്ളവരുണ്ടായിരിക്കും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അവരെ തന്നെ നമ്മൾ ഇന്റേണൽ യൂസേഴ്സ്, എക്സ്റ്റേണൽ യൂസേഴ്സ് ആയിട്ട് നമ്മൾ തരം തിരിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്റേണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇന്റേണൽ യൂസേഴ്സ്, എന്താണ് എക്സ്റ്റേണൽ യൂസേഴ്സ്? ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാം, അല്ലെ? ഇന്റേണൽ, അതായത് നമ്മളൊരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനമാണെങ്കിൽ അതിനകത്തുള്ള ആളുകളെ ഇന്റേണൽ
ആയിട്ടുള്ള ആളുകളാണ്. എക്സ്റ്റേണൽ അപ്പം എന്തായിരിക്കും? ആ ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള ആളുകൾ. അപ്പോൾ ഇന്റേണൽ ആയിട്ട് വരുന്ന ആളുകൾ ആരൊക്കെ ആയിരിക്കും? ഒരു മാനേജ്മെന്റ്, ആ കമ്പനിയുടെ ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന്, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്, അവിടുത്തെ ഓണർക്ക്, എല്ലാവർക്കും എന്താണ്, അവരൊക്കെ ഇന്റേണൽ യൂസേഴ്സ് ആണ്. അവർക്കൊക്കെ കമ്പനിയെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കെല്ലാം ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ വരുന്നത് എക്സ്റ്റേണൽ യൂസേഴ്സ്, അതായത് പുറമേ ഉള്ള ആളുകൾ, മെയിനായിട്ട് ഗവൺമെന്റ് അതോറിറ്റീസ്, ഗവൺമെന്റിന് ആവശ്യമുണ്ടായിരിക്കും, അതേപോലെ ഷെയർ ഹോൾഡേഴ്സിന് ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഇനിയും ഈ ഓർഗനൈസേഷനിലേക്ക് നമുക്ക് ഷെയർ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇൻവെസ്റ്റേഴ്സിന് ആവശ്യം ഉണ്ടായിരിക്കും, ബാങ്കിന് അവർക്ക് ഇനിയും ലോൺ കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ അവരിപ്പോൾ ഉള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ഇവരുടെ അക്കൗണ്ട്സിന്റെ റെക്കോർഡുകൾ ആവശ്യമുണ്ടായിരിക്കും. അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിരിക്കും, അവരത് അറിയാൻ താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതായത് നമ്മൾ അക്കൗണ്ടൻസി നമ്മൾ എന്തിനാ പഠിക്കുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. അത്രയും വലിയ ട്രാൻസാക്ഷൻസ് ഒന്നും ഓർത്തിരിക്കാൻ പറ്റാത്തത് കാരണം നമുക്കത് റെക്കോർഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതിന് ഒരു സിഗ്നിഫിക്കൻറ്റ് മാനറിൽ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ് അതുകൊണ്ടാണ് നമുക്ക് ആവശ്യമായി വരുന്നത് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ 2 ഡെഫിനിഷൻസ് പഠിച്ചു. ഡെഫിനിഷൻസിലും കുറേ ടേംസുകൾ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. താങ്ക് യു.